ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് ഒരു പുതിയൊരു ഡിഷുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുട്ടികൾക്കെല്ലാം സ്നാക്സ് ആയിട്ടും ഇപ്പോൾ വൈകുന്നേരം 3 മണി കഴിഞ്ഞു. അപ്പോൾ മക്കളെല്ലാം വരാൻ സമയമായി. അപ്പോൾ ഞാൻ ഇന്നൊരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ചിക്കൻ സമൂസ. അപ്പോൾ നമുക്ക് ചിക്കൻ സമൂസയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് ഞാൻ പറയാം. അപ്പോൾ നിങ്ങളും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ സമൂസയ്ക്ക് വേണ്ട ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ചിക്കൻ സമൂസ അപ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ 1/4 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉപ്പും കുരുമുളക് പൊടി 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളം പറ്റുന്നത് വേവിച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ എല്ലോട് കൂടി എടുക്കാം, ബോൺലെസ് എടുക്കാം, അത് ഓരോരുത്തരും ഇഷ്ടമാണ്. എല്ലോട് കൂടി എടുക്കുവാണെങ്കിൽ പിച്ചെടുക്കണം, അത് മാത്രമേ ഉള്ളൂ, എല്ലിടരുത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, എന്തൊക്കെയാ വേവിച്ചേക്കുന്നേ? ഉപ്പും കുരുമുളക് പൊടി, പിന്നെ വേറെ എന്തെങ്കിലും മഞ്ഞൾ പൊടി ഒന്നും ചേർക്കണ്ട, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അല്ലാതെയാണ് വേവിക്കുന്നത്. നമ്മൾ പിന്നെ ഇത് ചേർക്കുമ്പോൾ അത് പൊടികൾ ഇട്ടാൽ മതി. ഇനിയിപ്പോ നമുക്ക് വേറെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? നമുക്ക് അതിന് ആവശ്യമുള്ളത് 2 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസിലെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണ്, ഒന്നും ചേർക്കാതെ തന്നെ നമ്മൾ വേവിച്ച് ഉടച്ചെടുത്തതാണ്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള, വലുതാണെങ്കിൽ 1, ചെറുതാണെങ്കിൽ 2 പൊടിയായി കട്ട് ചെയ്തത്. ഒരു ചെറിയ ക്യാരറ്റ് പൊടിയായി നുറുക്കിയത്, ഒരു 2 അല്ലി കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. ഉണ്ടോ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ ബാക്കിയെല്ലാം ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാം, ഉണ്ടാക്കാൻ തയ്യാറാം. അപ്പോൾ നമ്മൾ സ്റ്റവ് കത്തിച്ചു, പാൻ വെച്ചിട്ടുണ്ട്, ചൂടാവട്ടെ. അപ്പോൾ ഞാൻ 1 സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യുമ്പോൾ മക്കൾക്ക് അതിന് ബട്ടർ ഇട്ടാണ്. നമുക്ക് വെളിച്ചെണ്ണയിലോ കടകളിൽ നമുക്കിത് മുതലാവില്ല, അതുകൊണ്ട് നമ്മൾ കടകളിൽ ഓയിലൊക്കെ ചേർക്കുള്ളൂ. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ മക്കൾക്ക് വേണ്ടിയല്ലേ, അപ്പോൾ ബട്ടർ ചേർക്കാം. ബട്ടർ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് മെൽറ്റാൻ വരട്ടെ, നന്നായിട്ട് മെൽറ്റാൻ വരട്ടെ. ബട്ടർ എന്തോ 1/4 കിലോ? 1/4 കിലോ അല്ല, 100 ഗ്രാമിന് 56 രൂപ. ബട്ടർ ചേർത്ത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് നല്ലോണം മെൽറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറുക്കി വെച്ചിരിക്കുന്ന സവാള, സിമ്പിൾ ആണല്ലേ, വളരെ സിമ്പിളാണ്. അപ്പൊ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കണം, ചിക്കൻ നമ്മൾ ഉപ്പ് ഇട്ട് വേവിച്ചിട്ടുണ്ട്. സവാള നമ്മൾ ഉപ്പ് ഇടുമ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കുക. നല്ല മണമുണ്ട് കേട്ടോ, ബട്ടറിലായപ്പോഴേ നല്ല മണം, സൂപ്പർ മണം. പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, പിള്ളേർക്ക് ഹെൽത്തിയാണ്. നമ്മൾ സവാളയ്ക്ക് ഒരു പൊടിക്ക് ഉപ്പ് കൊടുക്കാം. വല്ലാണ്ടങ്ങ് മൊരിയിക്കണ്ട, നമ്മൾ സമൂസ ഉണ്ടാക്കുന്ന കറിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ വല്ലാണ്ടങ്ങ് മൊരിയിച്ച് ഉണ്ടാക്കണ്ട. സവാള ഒന്ന് ട്രാൻസ്പെറൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം പോകുന്ന പോലെ നല്ലോണം വഴറ്റിയെടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിം ആക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ വെജിറ്റബിൾ കഴിക്കാത്ത പിള്ളേർക്ക് ഉണ്ടെങ്കിൽ ഇതിൽ ക്യാരറ്റ് മാത്രമല്ല, ഇത്തിരി കാബേജ് പൊടിയായി നുറുക്കിയത്, പിന്നെന്താ കോളിഫ്ലവർ പൊടിയായി നുറുക്കണം. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി വേവിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ ക്യാപ്സിക്കം, അങ്ങനെ ഇഷ്ടമുള്ള പച്ചക്കറിക്ക് നമുക്ക് ചേർക്കാം കേട്ടോ. മക്കളെ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. അത് എത്രയും മതി. ഇനി നമുക്ക് തീ വളരെ കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ലേശം ഉണ്ടോ മറ്റപ്പൊടി, ഇത് വളരെ കുറച്ച് കാശ്മീർ മുളക് പൊടിയാണ്. എരിവിന് വേണമെന്നില്ല, ഒരു കളറിന് മാത്രം. കണ്ടോ, നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, നല്ല ഫ്ലേവറിന് വേണ്ടി. പിന്നെ
വളരെ അര ചെറിയ സ്പൂൺ കുരുമുളക് പൊടി. കാരണം പിള്ളേർക്കുള്ളതുകൊണ്ട് എരിവൊക്കെ നമ്മൾ നോക്കണം. ഇത് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളെ പച്ചമണം മാറട്ടെ. അപ്പോൾ ഞാൻ പിള്ളേർക്കുള്ളതുകൊണ്ട് ഒരു അര സ്പൂൺ സോയാ സോസ്, വളരെ കുറച്ച് മതിയേ. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ചില്ലി സോസ് ഒരു അര സ്പൂൺ മതിയേ. ഇതിട്ടിട്ട് ആദ്യം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതൊരു അര സ്പൂൺ. ഇതൊക്കെ പിള്ളേർക്കപ്പോൾ എരിവ് അധികം മുന്നേ കാണൂല. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി. അപ്പോൾ നല്ല ഒരു ചില്ലി മധുരവും ഒരു എരിവും എല്ലാം കൂടെ ആകുമ്പോൾ പിള്ളേർക്ക് വളരെ ഇഷ്ടപ്പെടും. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചേർക്കാം. പിന്നെ ഇതാണോ ക്യാരറ്റ്, ഇതൊന്നും വേവില്ലാത്തതുകൊണ്ട് വാടിയാൽ മതി. നന്നായിട്ട് കിഴങ്ങ്. ഇനി ഇതിൻ്റെ ഒപ്പം നമ്മൾ വേവിച്ച ചിക്കൻ എല്ലാം കൂടി തീർന്ന് ഇതാക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, എരിവ് ആവശ്യമുള്ള കുരുമുളക് പൊടി അതൊക്കെ ചേർക്കാം. പിന്നെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർക്കാം. എൻ്റെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ആ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സമൂസ ഷീറ്റിലേക്ക് നിറച്ച് നമുക്ക് സമൂസ മുരിച്ചെടുക്കാം. അപ്പം ഞാനിത് ഒരാളുടെ കയ്യിലേക്ക് കൈമാറുവാണ്. എക്സ്പേർട്ടായ ഒരാൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ കൈമാറാൻ പോവാം. അപ്പം ഞാൻ ക്യാമറ കൈമാറുവാണ്. ഇനി എന്തെങ്കിലും ഇതാണ്. അപ്പോൾ നമുക്ക് സമൂസ ഷീറ്റ് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്താണ് ചിക്കൻ പൊട്ടിത്തെറിച്ചത്. ആ ഷീറ്റിൻ്റെ ബാക്കിയാണ് ഈ സംഭവം. അപ്പോൾ നമ്മളിത് സമൂസയ്ക്ക് മടക്കുന്നത് ആദ്യം കാണിച്ചു തരാം. അതാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അത് ചെയ്യേണ്ടത് ഈ സമൂസ ഷീറ്റ് നമ്മളിങ്ങനെ സമൂസ ഷീറ്റ് ഇങ്ങനെ വെക്കുന്നു. അണ്ട് ഇവൻ നമ്മൾ ഇങ്ങനെ വെക്കുവാണ്. ഇങ്ങനെ കോണോട് വെക്കണം. അണ്ട് ഇങ്ങനെ ഒന്ന് അമ്മയ്ക്ക് കൊടുക്കുക. വീണ്ടും അവനെ നേരെ ഈ ഒരു രീതി കൊണ്ടുവരിക. ഇവിടെ നിന്ന് മൈദ ഒട്ടിച്ചു കൊടുത്താൽ സാധനം പക്കടങ്ങി നിന്നോളും. മൈദ ഒട്ടിച്ചാൽ അവനവിടെ നിന്നു. ഇനി ഇവനെ വീണ്ടും നമ്മളിങ്ങനെ തുറക്കുമ്പോൾ ഈ ഒരു കുഴി കാണും. ഈ കുഴിയിലേക്ക് നമ്മൾ ഇങ്ങനെ വെക്കുന്നു. അതിൻ്റെ ഇവനെ താഴെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തിട്ട് ഇവനെ നമ്മൾ നേരെ ഇതാക്കാം. ഇങ്ങനെ വെക്കുന്നു. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവനെ നേരെ മടക്കുന്നു. വീണ്ടും ഈ അറ്റത്ത് കുറച്ച് മാവെടുത്തിട്ട് നമ്മൾ നേരെ ഇവനെ മടക്കുന്നു. സമൂസ നേരെ എടുത്ത് ഇങ്ങോട്ട് വെക്കുവാണ്. ഇനി വീണ്ടും ഒന്നുകൂടെ കാണിച്ചു തരാം. മാക്സിമം പൊട്ടാത്ത ഷീറ്റ് എടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇത് കഴിഞ്ഞ ദിവസം മക്കളെടുത്താണ്, പൊട്ടിപ്പോയി. വീണ്ടും മടക്കുന്ന ഭാഗത്ത് നമ്മൾ നോർത്താൽ മതി. നേരെ ഇവിടുന്ന് എടുക്കുന്നു. ഈ അറ്റ നേരെ ഇവിടെ കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവരിക. അതിന് ശേഷം ഇവനെ നേരെ ഇങ്ങനെ എടുക്കുക. അവിടെ ഒന്ന് ഒട്ടിച്ച് വെക്കുക. അപ്പം സംഗതി കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം ഇവനെ എടുത്തിട്ട് ഒട്ടിക്കുന്നത് ഒട്ടിക്കുന്നത് മൈദയാണ് വേണ്ടത്. അതിന് ശേഷം നമ്മൾ ഇവനെ നിറയ്ക്കുന്നു. നന്നായിട്ട് കുത്തി നിറയ്ക്കുക. അതിൻ്റെ ഇവനെ ഇങ്ങനെ പരത്തുക. വീണ്ടും ഇത് നേരെ ഇങ്ങനെ മടക്കുക. അതിനുശേഷം മൈദ എടുത്തിട്ട്
ചെയ്തിട്ടുണ്ട്. പൊട്ടിച്ചോ. ഇനി ഇതേപോലെ നമുക്കെല്ലാം ചെയ്തിട്ട് നമുക്ക് എല്ലാം സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഗായ്സ് ദേ ഇത്ര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കി എക്സ്പേർട്ടാണ്. സ്പീഡ് കണ്ടോ? പെണ്ണുങ്ങളെക്കാളും സ്പീഡാണ്. നമ്മൾ നോക്കട്ടെ. മുഖം കാണിച്ചേ. കൈക്കിടി കാണിക്കുന്നോ? ഈ സാരി തെറ്റിദ്ധരിക്കുന്നുണ്ടേ. ആഹാ സൂപ്പറാ. ഓ ഇത് വറുത്ത് കഴിഞ്ഞാണല്ലോ. കാരണം നെയ്ക്കെത്തിട്ട് ഉണ്ടാക്കിയല്ലേ? നെയ്യല്ല ബട്ടർ. ബട്ടറിട്ടുണ്ടോ അതിന്റെ ടേസ്റ്റ് കൂട്ടാറെ. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കണം കേട്ടോ. ഇത് ഈ കടന്നൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പഴയ എണ്ണയ്ക്കകത്തേക്കിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇത് ഈ ക്യാൻസറിന് വരെ 90% കാരണമാണ്. അത് തിളച്ചെണ്ണ വീണ്ടും ഉപയോഗിക്കുമ്പോൾ. ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെയില്ല. ഫ്രഷ് എണ്ണയ്ക്ക് നമ്മളിത് ഉണ്ടാക്കി വരുമ്പോൾ നമ്മളത് രണ്ടാമത് ഉപയോഗിക്കില്ല കേട്ടോ. നമ്മൾ രണ്ടാമത് ദൂരെ കായും. എണ്ണയുടെ ലാഭം നോക്കിയിട്ട് കാര്യമില്ല. അയ്യോ അല്ലെ ഇപ്പം നമ്മൾ പിന്നെ എന്ത് ചെയ്യും? എണ്ണ എത്രയും കളയേണ്ടതെന്ന് ഓർത്ത് നമ്മൾ വീണ്ടും ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ വീണ്ടും അത് കറിക്കകത്ത് ഉപയോഗിക്കും. പക്ഷെ ഇത് വരുത്തി വെക്കുന്ന രോഗങ്ങൾ നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. എണ്ണ കഴിഞ്ഞ് കൈയിട്ട് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഞാൻ അപ്പോഴേക്കും എണ്ണ ചൂടാക്കാൻ വെക്കാം. അപ്പൊ ബാക്കിയുള്ള ഫില്ല് ചെയ്തോ. ഓക്കെ പോലെ എനിക്ക് തന്നെ എനിക്ക് പേടി. അതുകൊണ്ടാണ്. പേടിക്കണ്ട. പോലെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതല്ല എനിക്ക് പേടിയുണ്ട് ചെറുതായിട്ട്. ഞാൻ ചരലെടുത്ത് തരാം. ഈ രംഗത്ത് എന്താ ഭയങ്കര ചരലെടുത്ത് തരാം. എവിടെ? അപ്പോൾ കൂട്ടുകാരെ നമ്മളിത് സമൂസ ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ ഉണ്ടാക്കി ശ്രദ്ധിക്കുന്ന ഒരു ദിവസത്തെ പണിയാണ്. ഒരു രക്ഷയില്ല. ഹോട്ടലുകാരുടെ ജീവിതം ഭയങ്കരമാണ്. ഇത് 12 ഇത് മൊത്തം 14 അത് 1/4 കിലോ ചിക്കന് നമുക്കൊരു 14 സമൂസ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കൊണ്ട് പിന്നെ വറക്കാം. വാ എൻ്റെ അതെ ഞാൻ എണ്ണ അതിൻ്റെ ഇടയ്ക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ ഓരോന്നും ഈ എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കാം. ഓക്കെ കേട്ടോ. നല്ല ചൂടായി വന്നിട്ട് അതുവഴിയൊക്കെ തീർന്ന് വളരെ കുറച്ചൊക്കെ അടിവാൻ കഴിയും. ഒരു വശം പൊടിഞ്ഞത് നോക്കാം. ഒരു വശം നല്ലോണം പൊടിഞ്ഞിട്ട് നമുക്കിത് തിരിച്ചിടാം. നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ട് ഇനി അപ്പുറം കൂടെ പൊടിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വാങ്ങാം. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ? മസാല ഉണ്ടാക്കുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ. ബാക്കിയല്ല വളരെ സിമ്പിൾ. അപ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ 5 മിനിറ്റ് ചായ നടക്കുന്ന സമയം കൂടെ നമുക്ക് ചെയ്യാം. അത്ര കൂടെ പൊരിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നും പിന്നെ നിന്ന് പൊരിയും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി വറുത്ത് കോരിയിട്ട് കാണിച്ചു തരാം. വറുത്ത പ്ലേറ്റ് പിന്നെ മുളകില്ല. അപ്പോൾ നമ്മുടെ സമൂസ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റായ അതുപോലെ നല്ല സ്പഞ്ചിയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല മണം. ചൂടാണേ. സൂപ്പർ ടേസ്റ്റ്. ഒന്നും പറയാനില്ല. നിങ്ങളപ്പോൾ ഉണ്ടാക്കി നോക്കണം.
മക്കൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ടോ? നമുക്ക് കടയിൽ നിന്ന് മേടിച്ച് ഇത്ര ടേസ്റ്റ് ആവും. അപ്പം ഇന്നത്തെ വീഡിയോ വൈകിട്ട് തന്നെ അണ്ണാക്കെല്ലാം പൊള്ളിപ്പോ ഒന്നും പറയാതെ അതിനെണ്ണം വിടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ മക്കൾക്കെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് അഭിപ്രായം പറയണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, കൂട്ടുകാർക്ക് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യണം. എന്നിട്ട് ഉണ്ടാക്കണേ. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം.